ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ മീൻ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചൂരമീനാണിത്. ഇനി ഇതിനെ വറുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ചേരുവകൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ വറുത്ത് കോരാം. അതിനായിട്ട് പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പം മീൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളിനി അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഈ മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു 50 ml എണ്ണ മാത്രമാണ് നമ്മൾക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും പാനിലേക്ക് ഒഴിച്ച് പാൻ നല്ലതായിട്ടൊന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 20 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ നമ്മൾ ചേർത്തിട്ട് നമുക്കിതിനെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 50 ml വിനാഗിരിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാര്യം മീൻ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം. പിന്നെ ഗ്രേവി ആവശ്യമുള്ളവർക്ക് കൂടുതൽ എണ്ണയും കൂടുതൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇത് എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.